ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നാണ്. അപ്പൊ നിനക്ക് കാര്യം മനസ്സിലായല്ലേ? അയ്യോ കമല, കമല, ചേച്ചിക്ക് കാര്യം മനസ്സിലായെന്ന്. മര്യാദയ്ക്ക് അവനെ വിടാനാ പറഞ്ഞത്. അയ്യോ ഇല്ലെങ്കിൽ അവിടെ നിക്കടി. പോലീസ് വന്നിട്ട് നീക്ക് ഇവിടുന്ന് പോവൂ. അമ്മേ, ഇത് ചന്ദ്രബോസ് അറിഞ്ഞുകൊണ്ടുള്ള കളിയാ. നമ്മുടെ സമയം കളയണം. നമ്മളെ കൃത്യസ്ഥലത്ത് എത്തിക്കരുത്. അതാ അവരുടെ ലക്ഷ്യം. ഡാൻസ് കളിക്കുന്നു. പോലീസിനെ വിളിച്ചാലും അവര് നമ്മളെ വൈകിപ്പിക്കുകയുള്ളൂ. അതിനുവേണ്ടിയോ അവര് ബുദ്ധിപൂർവ്വം ഈ കാർ ആക്സിഡന്റ് ഉണ്ടാക്കിയത്. നമ്മൾ ഇനി എന്ത് ചെയ്യും? അടങ്ങിക്കടോ. ശ്രീരഞ്ജന ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. അടികൊണ്ടേ ഇവന്മാര് പോകുന്നുണ്ടെങ്കിൽ പിന്നെ അതിന് അവസരം ഉണ്ടാക്കിയാലല്ലേ പറ്റൂ. നോക്കിക്കോ, കാണിച്ചു തരാവടാ നിന്നെ. നീ എന്ത് കാണിക്കുന്നടാ? അടങ്ങി നിൽക്കണോടെ. ആ ശാലിനി പറഞ്ഞു. വിഷ്ണുട്ടാ, ഇവിടെ കുറച്ച് ഗുണ്ടകൾ ഞങ്ങളെ മനഃപൂർവ്വം വളഞ്ഞിരിക്കുക. സമയത്ത് ഞങ്ങളെ മത്സര സ്ഥലത്ത് എത്തിക്കാതിരിക്കില്ല അവരുടെ ലക്ഷ്യം. ഇതിപ്പോ എന്താ ചെയ്യാ? പോലീസ് വരുമ്പോഴേക്കും മത്സര സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റില്ല. ഈ കോളേജ് ജംഗ്ഷനിലേക്ക് പോകുന്ന ഇട റോഡില് അവിടെ ഞങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. കമലിന്റെ കൂടെ കമലിനെ അവര് പിടിച്ചു വെച്ചിരിക്കുക. വിഷ്ണുട്ടാ, ഒന്ന് പെട്ടെന്ന് വരാവോ? ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവും. ശരി, നീ ടെൻഷൻ അടിക്കാതിരിക്കേ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ആ ശരി വിഷ്ണുട്ടാ. ചേട്ടാ, വണ്ടി നിർത്തി. എന്താടാ? ഞാൻ ഇവിടെ ഇറങ്ങാം, നിങ്ങൾ പൊക്കോ. എടാ, നീ ഇത് എവിടെ പോവാ? അമ്മ, ഞാനവിടെ എത്തിക്കോളാം, നിങ്ങൾ പോയിക്കോ. എനിക്ക് ചെറിയൊരു അത്യാവശ്യമുണ്ട്. വിഷ്ണുട്ടാ, പ്രോഗ്രാം തുടങ്ങും. എടി, ഞാൻ അതിനു മുമ്പ് എത്തിക്കോളാം, നിങ്ങൾ വിട്ടോ. പപ്പ, എടാ, എനിക്കൊരു സ്ഥലം വരെ പോവാണ്ട്. ഇങ്ങോട്ടാ? എടാ, നീ വണ്ടി ഇരിക്കും, ഞാൻ പറയാം. വിളിച്ചതാരാന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ഇവന് ഇത്ര അത്യാവശ്യത്തിൽ പോവില്ല. നമുക്ക് പോകാം, നമുക്കും അവിടെ എത്തണല്ലോ. രാഘവേട്ടന്റെ ചികിത്സയുടെ ഭാഗമായിപ്പോയി. അല്ലെങ്കിൽ ഈ യാത്ര തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചേനെ.